ഹലോ, വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പഴയ കുർത്തിയിൽ നിന്നും അളവെടുത്ത് എങ്ങനെ പുതിയ ഒരു കുർത്തി കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കറക്റ്റ് ഫിറ്റിനുള്ള ഒരു കുർത്തിയും പിന്നെ 2.5 മീറ്റർ കോട്ടൺ ഫാബ്രിക്കുമാണ്. സോ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ കോട്ടൺ കുർത്തി എങ്ങനെയാണ് മടക്കണം എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ പഴയ ചുരിദാറിന്റെ ഏറ്റവും വലിപ്പമുള്ള ഭാഗത്തിന്റെ അളവ് വേണം. അപ്പോൾ ഇത് ഏറ്റവും വലിപ്പമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടം പാർട്ടാണ്. വേലയിനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബോട്ടം പാർട്ടിന്റെ അളവാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോട്ടം പാർട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇതിന്റെ അളവ് എത്രയാണെന്ന് നോക്കണം. അപ്പം അതൊന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. അപ്പം ഇതെനിക്ക് വന്നിരിക്കുന്നത് 20 ഇഞ്ചാണ്. സോ 20 ഇഞ്ചാണ് ഇതിന്റെ അളവ്. അപ്പൊ ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ കോട്ടൺ തുണി മടക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ തുണി ഒന്ന് വിരിച്ചിടുക. അപ്പം ഈ തുണി വിരിക്കുമ്പം നമ്മൾ നല്ല വശം മുകളിലാകുന്ന രീതിയിൽ ഇത് കണ്ടോ, ഇതേപോലെ വിരിച്ചിടണം ആദ്യമേ. കണ്ടോ, അപ്പൊ ഇത് നല്ല വശം മുകളിലാകുന്ന രീതിയിലാണ് ഞാൻ വിരിച്ചിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ മടക്കുമ്പോൾ ഇത് റോങ് സൈഡിലേക്ക് മടക്കി വരും. കണ്ടോ, എന്നിട്ട് ലെങ്ത് വൈസ് ഒന്ന് മടക്കുക. ഇതേപോലെ ഒന്ന് നെടുകെ മടക്കുക, ലെങ്ത് വൈസ് മടക്കുക. കാരണം ഇങ്ങനെ മടക്കുമ്പം റോങ് സൈഡ് മുകളിൽ വരും. അപ്പം നമുക്ക് ചോക്ക് മാർക്കിങ്സ് വരുന്നത് ചീത്തവശത്തായിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ഇതിൽ നമ്മുടെ മെഷർമെന്റ് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഏറ്റവും നീളം നമ്മുടെ ബോട്ടം പാർട്ടിനാണ് കിട്ടിയത്. അത് 20 ഇഞ്ചായിരുന്നു. സോ 20 ഇഞ്ചിന്റെ പകുതി 10 ഇഞ്ചും പിന്നെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്ത് നമ്മൾ ഇവിടെ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ തുണി 4 ഫോൾഡിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് ആണ്. ഇതിനു വേണ്ടി അളവ് ചുരിദാർ നന്നായിട്ട് വിരിച്ചിടുക. ചുളിവുകളൊന്നും ഇല്ലാതെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യുക. അപ്പം ലെങ്ത് എനിക്ക് വന്നിരിക്കുന്നത് 45 ഇഞ്ചാണ്. സോ ഈ ചുരിദാറിൻ്റെ ലെങ്ത് 45 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ 45നോട് കൂടി 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 46.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതായത് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് നമ്മൾ അടിഭാഗം മടക്കി എടുക്കാനുമാണ് ഈ എക്സ്ട്രാ 1.5 ഇഞ്ച് എടുക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 46.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്ത ആ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഭാഗം ഓപ്പൺ സൈഡാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അളവ് ചുരിദാർ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. അത് നന്നായിട്ട് വശങ്ങളൊക്കെ ഒരുമിച്ച് പിടിച്ച് വേണം, സെൻറ്ററിൽ നിന്ന് തന്നെ വേണം മടക്കിയെടുക്കാനായിട്ട് കേട്ടോ. അത് നല്ല നീറ്റായിട്ട് ചെയ്യുക. ഈ ഭാഗം ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാനൊരു സ്കെയിൽ വെച്ചത് ഇതുപോലെ ഒരു വര ഇട്ട് കൊടുത്തു. അപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ നിന്നും ലൈൻ ഇട്ട് കൊടുത്തത്. എന്നിട്ടിനി നമ്മൾ ഷോൾഡർ കണ്ടോ, നമ്മുടെ ആ കൈ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വരച്ച ആ ലൈൻ വരെ എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. സോ എൻ്റെ ഷോൾഡർ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് നമ്മുടെ തുണിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ ഫോൾഡഡ് സൈഡിലും ഇത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ആ ഓപ്പൺ സൈഡിലോട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. സോ 7 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കൂടി മാർക്ക് ചെയ്യുക. ഈ ഭാഗത്ത് നിന്നും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്നും താഴോട്ട് ആം ഹോൾ ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. സോ ആം ഹോൾ ലൈൻ ഷോൾഡർ മെഷർമെന്റ് എത്രയാണോ അത് തന്നെയാണ് ഞാൻ ആം ഹോൾ ലൈനായിട്ട് എടുക്കുന്നത്. അപ്പം 7 ഇഞ്ച് തന്നെയാണ് ഞാൻ ആം ഹോൾ ലൈനായിട്ട് എടുക്കുന്നത്. സോ അതൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്ററിൽ പിടിച്ച് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ട ലൈനുമായിട്ട് പിടിച്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്കൊരു 4.25 ഇഞ്ചാണ് നെക്ക് വിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മളിത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പം 4.25 നമ്മൾ മാർക്ക് ചെയ്യത്തില്ല, 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ഒരു 1/4 ഇഞ്ച് കൂടിക്കോളും. അതുകൊണ്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ഈ മേൽഭാഗത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ അറിയാൻ വേണ്ടി ഇതേപോലെ ഞാനൊന്ന് സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈൻ ഒന്ന് കിട്ടും. എന്നിട്ട് നെക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് നമുക്കൊരു 3.25 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റമൊന്നും കൊടുക്കുന്നില്ല, കറക്റ്റ് 3.25 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യണം, പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ കറക്റ്റ് ആ 3.25 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇനി ദാ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്യണം. സ്ക്വയർ ഷേപ്പിൽ നെക്ക് നമ്മളിപ്പം വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ബോഡ് നെക്ക് ഷേപ്പാണ് നമ്മുടെ അളവ് ചുരിദാറിനുള്ളത്, അത് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. സോ അതൊരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് പോലെ കൊടുക്കാം. ഒരു ബോഡ് നെക്കിന്റെ ഷേപ്പ് നമുക്കിതാ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇനി അടുത്തത് ബാക്ക് നെക്കാണ്. ഇപ്പൊ ബാക്ക് നെക്ക് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഇത് നമുക്കൊരു 1.25 വന്നിട്ടുണ്ട്. അത് സെയിം തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കുക. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ചിട്ടെന്നേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പിന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് 1/2 ഇഞ്ച് താഴോട്ട്, ആം ഹോൾ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ട് വരച്ചതിന് ശേഷം നമ്മുടെ ആ നെക്കിന്റെ പോയിന്റുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ്. കണ്ടോ, ഈ അളവ് ചുരിദാറിലുള്ള കണ്ടോ ഈ ചരിവ് കണ്ടില്ലേ, ഈ ചരിവാണ് ഷോൾഡർ സ്ലോപ്പ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ആ ഷോൾഡർ ശരിക്കും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ബേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. അത് നമ്മുടെ സ്ലീവിന്റെ താഴെ കണ്ടോ, സ്ലീവ് ആ കൈക്കുഴിയുടെ ഈ താഴെ നിന്ന് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. അത് നമുക്കൊരു 8.25 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 8.25 തന്നെ നമ്മൾ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സോ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി, അതായത് തയ്യൽ തുമ്പും കൂടി കൊടുത്ത് നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോൾ കേർവ് വരയ്ക്കുക. ഇവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പ്, കോർണറിൽ നിന്ന് ഒരു 1 ഇഞ്ച് വരച്ച് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോൾ കേർവ്. ഇനി ആം ഹോൾ ലൈൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ്. അകത്തേക്ക് കുറച്ച് കുഴിഞ്ഞാണ് ഫ്രണ്ട് ആം ഹോൾ കർവ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, രണ്ടും ബ്ലൂ ആയതുകൊണ്ട്. അപ്പം ഞാനൊരു കളർ ചോക്കിൽ അത് വേറെ ഒന്ന് വരച്ച് കാണിക്കാം. കണ്ടോ, ദാ ഈ പിങ്ക് കളറിലെ ആ ഭാഗമാണ് നമ്മുടെ ബാക്ക് ആം ഹോൾ, ഫ്രണ്ട് ആം ഹോൾ കർവ്. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പം വേസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടില്ലേ, അതെ ഇതുപോലെ ഈ കേർവ് ഷേപ്പ്, ഈ കേർവ് ഷേപ്പിന്റെ കറക്റ്റ് സെന്റർ കണ്ടോ, ഈ സെന്റർ ആണ് നമ്മുടെ വേസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത് ഈ സെന്റർ വരെയുള്ള ലെങ്ത് ആണ്. നമുക്ക് ഇവിടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് ഈ കേർവ് ഷേപ്പിന്റെ കറക്റ്റ് സെന്ററിലോട്ടുള്ള ലെങ്ത് ഒന്ന് നമുക്ക് എടുക്കണം. അപ്പം ഇവിടെ ഞാൻ ഇത് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 14 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സോ ഈ 14 ഇഞ്ച് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റിന്റെ വണ്ണം എടുക്കണം. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ നിന്നും ഈ പോയിന്റിന്റെ വണ്ണം എടുക്കുക. ഇപ്പൊ 7.5 ഇഞ്ചാണ് വരുന്നത്. ആ 7.5 ഇഞ്ച് ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി കൊടുക്കുക. അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹിപ്പിന്റെ പോയിന്റ്, അതായത് ഈ സ്ലിറ്റ് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് എടുക്കണം. അപ്പം അത് നല്ലപോലെ വിരിച്ചിട്ടിട്ട് സ്ലിറ്റൊക്കെ നീറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് ഷോൾഡറിൽ നിന്നും ഈ പോയിന്റ് വരെ മെഷർ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 ഇഞ്ചാണ്. കറക്റ്റ് 20 ഇഞ്ച് കണ്ടോ, 20 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. സോ ആ 20 ഇഞ്ച് നമുക്ക് തുണിയിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് വണ്ണം കൂടി നമുക്കൊന്ന് എടുക്കാം. ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് കുർത്തി ആയതുകൊണ്ട് തന്നെയാണ് ബോട്ടം പാർട്ടിന്റെ അതേ അളവ് നമുക്ക് വണ്ണം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ 20 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ 20 ഇഞ്ചിൽ നിന്നും നമ്മൾ വണ്ണം എത്രയാണ്, 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോട്ടം പാർട്ടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രേറ്റ് കുർത്തി ആയതുകൊണ്ടാണ് ഇവിടെ ബോട്ടം പാർട്ടിന്റെ അതേ വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇനി നമ്മൾ തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. പക്ഷെ ഇത് സ്ലിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒത്തിരി കൂടുതൽ എടുക്കുന്നില്ല. ഞാനൊരു 1.25 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ 1.25 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടി എടുത്തു. ഇനി നമ്മൾ താഴെ ബോട്ടം പാർട്ടാണ്. ബോട്ടം പാർട്ടിൽ നമ്മൾ നേരത്തെ നമ്മൾ മെഷർ ചെയ്തതാണ് 20 ഇഞ്ച് വന്നു. സോ 20 ഇഞ്ചിന്റെ പകുതി 10 ഇഞ്ച് എടുക്കുക. വീണ്ടും 1.25 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. കണ്ടോ? ഇത് സ്ട്രെയിറ്റ് കുർത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് വന്നല്ലേ, ചെരിവുണ്ടാകും എ ലൈൻ കുർത്തിക്കൊക്കെ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 3 ഭാഗവും, മേളിലത്തെ ഈ 3 ഭാഗവും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. നെക്കിന്റെ പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് പിന്നെയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഷോൾഡർ സ്ലോപ്പ് തുടങ്ങി ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ഫ്രണ്ട് ആം ഹോൾ കർവ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ബാക്ക് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ ആ ലൈനിൽ വരച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഇവിടെ ഈ സ്ലിറ്റിന്റെ പോർഷനിലും നമ്മുടെ വേസ്റ്റിന്റെ പോർഷനിലും നോച്ചസ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ചുമ്മാ ഒരു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതിന് വേണ്ടി. ഇനി ഈ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു, അത് ഫോൾഡഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. സോ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. നെക്ക് നിങ്ങൾ ക്യാൻവാസ് വെച്ചല്ല ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഇത് കട്ട് ചെയ്യുന്നില്ല. ഇനി ഇതിൽ നിന്നും നമ്മൾ ബാക്ക് പീസ് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതേപോലെ വീണ്ടും മടക്കിയിട്ടതിന് ശേഷം ഇനി ഫ്രണ്ട് ആം ഹോൾ കർവ് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ, അതായത് കുർത്തിയുടെ ഫ്രണ്ട് ബാക്ക് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ആണ്. സ്ലീവിന് വേണ്ടി നമ്മൾ ആ മിച്ചം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം അതേപോലെ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇത് രണ്ടായിട്ട് തന്നെ മടക്കി കിടക്കുകയാണ്. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് മടക്കുക. അപ്പം ഇത് 4 ഫോൾഡിലാണ് വരുന്നത്. കണ്ടോ? ഈ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ്. കണ്ടോ? അതിന് നേരെ എതിരായിട്ടുള്ള ഇത് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ ഇനി നമുക്ക് മെഷർമെന്റ്സ് അളവ് ചുരിദാർ എടുക്കുക. അളവ് ചുരിദാർ എടുത്തതിന് ശേഷം നമ്മൾ ആ ഷോൾഡറിന്റെ ആ പോർഷനിൽ നിന്നും ആ സ്ലീവ് ജോയിൻ ചെയ്ത ആ പോർഷനിൽ നിന്നും താഴേക്ക് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ചാണ്. സോ 17 ഇഞ്ചിന് നമ്മൾ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി 18.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. 18.5 ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പൺ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 ഫോൾഡഡ് സൈഡിന്റെയും കോർണർ കണ്ടോ? ഈ കോർണറിൽ നിന്ന് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യുക. ആം ഹോള് നമ്മൾ അറിയാം 7 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുകൊണ്ട് ആ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ? കറക്റ്റ് 7 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ കോർണർ ഭാഗത്തേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് ഈ തുമ്പിൽ നിന്നും സീം അലവൻസ് കൊടുക്കുക. തയ്യൽ തുമ്പ് അതൊരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. അത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ഇനി അതിനുശേഷം ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു എസ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ആം ഹോൾ കർവ്. അപ്പൊ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഇപ്പൊ നമ്മൾ ആ വരച്ച 2 മാർക്ക് ചെയ്ത പോയിന്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം അളവ് ചുരിദാറിൽ നിന്ന് നമ്മുടെ ആം റൗണ്ട്, ഈ അടിഭാഗത്തെ ആ വിഡ്ത്ത് എത്രയാന്ന് നോക്കുക. ഇതൊരു 4.25 ഇഞ്ചുണ്ട്. സോ കറക്റ്റ് ഒരു 4.25 ഇഞ്ച് വരുന്നുണ്ട്. അത് നമ്മളിതാ ഇവിടെ നിന്ന് ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ? ഈ 2 പോയിന്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ? തയ്യൽ തുമ്പിന്റെ ആ പോയിന്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്യുക. ആം ഹോൾ കർവ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് ആണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആം ഹോൾ കർവ് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സോ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്കി പോർഷൻസ്.
ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ ഒരു നോച്ച് ഇട്ട് കൊടുത്ത ശേഷം നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ആം ഹോൾ കർവ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ഇൻറ്റു മാർക്ക് രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം നമ്മൾ കുർത്തി സ്റ്റിച്ചിങ് വീഡിയോ ഒരുപാട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.